സോംനിലോക്വി എന്ന് കേട്ടിട്ടുണ്ടോ? സോംനിലോക്വിയോ? വല്ലാത്തൊരു പേരാണുള്ളത്. എന്ത് സംഭവം? കേട്ടിട്ടില്ല. ഓക്കെ, പേര് കേട്ടിട്ടില്ലെങ്കിലും സംഭവം എന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പരിചിതമായി തോന്നും. ഉറക്കത്തിൽ ചില ആൾക്കാർ സംസാരിക്കാറില്ലേ? അതിന് പറയുന്ന പേരാണ് സോംനിലോക്വി അഥവാ സ്ലീപ്പ് ടോക്കിംഗ്. ഓ, അതാണോ? ഈ പ്രശ്നമുണ്ട്. നാളെ തലേദിവസം ഭാര്യ അറിയാതെ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു. അവളതൊക്കെ കേട്ടു. ജീവിതം കോഞ്ഞാട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ സംസാരിക്കുന്നത്? ഇതുകൊണ്ട് ഭാര്യയുടെ ചീത്ത കേൾക്കുന്നല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലച്ചോറിന് വല്ല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുമോ? ഇത് മാറാൻ എന്താ ചെയ്യുക? മരുന്ന് വല്ലതും കഴിക്കണോ? ഒന്ന് പറയും ഡോക്ടറെ. പറഞ്ഞുതരാം. റിലാക്സ്. നമ്മൾ സ്വയം അറിയാതെ ഉറക്കത്തിൽ സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് സോംനിലോക്വി. ഇത് ഒരുതരം പാരാസോംനിയാണ്, അതായത് സ്ലീപ്പ് ഡിസോർഡർ. ചിലപ്പോൾ പിറുപിറുക്കലാവാം, ചിലപ്പോൾ ഒച്ചയിടാം, അവ്യക്തമായിട്ട് എന്തൊക്കെ പറയാം, ചിലപ്പോൾ വ്യക്തമായി സംസാരിക്കാം, അപൂർവമായിട്ട് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഡയലോഗുകളൊക്കെ വരെ പറഞ്ഞു തന്നിരിക്കും. അങ്ങനെ പലതരത്തിൽ ഇതുണ്ടാവും. സാധാരണ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ചെറിയ കുട്ടികളിൽ കുറച്ചുകൂടി കോമൺ ആയിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം എന്തെങ്കിലും ടെൻഷനോ ഒക്കെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണയിൽ കവിഞ്ഞിട്ട് തിരക്ക് പിടിച്ച ഒരു ദിവസമോ മറ്റോ ആയിരുന്നെങ്കിൽ കൂടുതലായിട്ടുണ്ടാവാം. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അത്ര വ്യക്തമല്ല. പലപ്പോഴും ടെൻഷനും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ടാവാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാരാസോംനിയയാണ് സോംനിലോക്വി. ലോകത്തിലൊരു 60% ആളുകളെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉറക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആളുകൾ ഇത് ഒരിക്കലും അറിയില്ലെന്ന് മാത്രം. കൂടെ കിടക്കുന്ന ആളുകളാണ് മുഴുവനായിട്ട് അറിയുന്നത്. പിന്നെ ഒരു നല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാവുക എന്നുള്ളതൊരു വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. മിക്കവർക്കും കുറച്ച് കഴിയുമ്പോൾ ഇത് താനെ മാറും. ഒരു 15% ആളുകൾക്ക് മാത്രമേ ഇത് കുറച്ച് കാലത്തേക്കെങ്കിലും തുടർച്ചയായിട്ട് ഉണ്ടാവാറുള്ളൂ. സാധാരണ രീതിയിൽ ഇത് നിരുപദ്രവമായിട്ടുള്ളൊരു കാര്യമാണ്. ഉറക്കത്തിനെ ഇത് ബാധിക്കുകയില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ശരീരത്തിന് ഉണ്ടാക്കുന്നുമില്ല. പക്ഷെ അത് കൂടെ കിടക്കുന്ന ആളുടെ ഉറക്കത്തിന് ചിലപ്പോൾ ബാധിച്ചേക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുഴപ്പമുള്ളതാണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്ക് അത്ര സുഖകരമായിരിക്കണം എന്നില്ലല്ലോ. പിന്നെ സ്ലീപ്പ് ടോക്കിങ് മറ്റ് പാരാസോംനിയകളുടെ കൂടെ ഉണ്ടായില്ല. അതായത് പേടി സ്വപ്നം കാണുക, ഉറക്കത്തിൽ എണീറ്റ് നടക്കുക, സ്ലീപ്പ് വാക്കിംഗ്, സോംനാംബുലിസം എന്നൊക്കെ കേട്ടില്ലേ? ഇതിൻ്റെ കൂടെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി അധികം നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങാനും എണീക്കാനും ശ്രമിക്കുക. 2, വൈകുന്നേരത്തും രാത്രിയിലും കാപ്പി, ചായ അങ്ങനെയുള്ള ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങൾ കുടിക്കുന്നത് കുറയ്ക്കുക. 3, ഉറങ്ങുന്നതിന് മുമ്പ് മാക്സിമം മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. 4, ദിവസവും കുറച്ച് എക്സർസൈസുകൾ ചെയ്യുക. 5, ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നല്ല ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങുക. 6, മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള വഴികൾ തേടുക. അപ്പോൾ അതാണ് സോംനിലോക്വി. നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ ഉണ്ടോ ഇത്?